ഒരിക്കൽ ഒരാൾ തൻ്റെ വീട്ടിൽ ഒരു പുതിയ ഇലക്ട്രോണിക് ക്ലോക്ക് വാങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. സെല്ലിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് ക്ലോക്ക്. ഓരോ സെക്കൻഡിലും ഒരു ടിക്ക് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അതിങ്ങനെ ഓടുവാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് അത് ഇപ്രകാരം ചിന്തിക്കുവാനായിട്ടിടയായി, എത്ര കാലം എനിക്കിങ്ങനെ ടിക്ക് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഓടുവാനായിട്ട് കഴിയും? അത് കണക്ക് കൂട്ടി. ഒരു സെക്കൻഡിൽ ഒരു ടിക്കെങ്കിൽ ഒരു മിനിറ്റിൽ 60 ടിക്ക്. അങ്ങനെയെങ്കിൽ ഒരു മണിക്കൂറിൽ 60 × 60 3600 ടിക്ക് ശബ്ദം പുറപ്പെടുവിക്കണം. ഒരു ദിവസം 3600 × 24 = 86,400 ടിക്ക്. അങ്ങനെയെങ്കിൽ ഒരു വർഷം 365 × 86,400 ടിക്ക് = 3,15,36,000 ടിക്ക്. അയ്യോ, എനിക്കതിന് കഴിയില്ല. അതൊരു ഏങ്ങലോടെ തൻ്റെ ഓട്ടം നിർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹാർട്ട് അറ്റാക്ക്. അപ്പോഴാണ് ടിക് ടിക് എന്നുള്ള ശബ്ദം കേട്ട് താൻ ഞെട്ടി ഉണർന്നു നോക്കുന്ന സമയത്ത് തനിക്കെതിരായിട്ട് ആ ചുവരിൽ ഒരു ഗ്രാൻഡ് ഫാദർ ക്ലോക്ക്, ഒരു അപ്പൂപ്പൻ ക്ലോക്ക്, ആ ടിക് ടിക് എന്നുള്ള ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഇലക്ട്രോണിക് ക്ലോക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ അപ്പൂപ്പൻ ക്ലോക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ഓട്ടം നിലച്ച ഇലക്ട്രോണിക് ക്ലോക്കിന് ഉപദേശിക്കുവാനായിട്ട് തുടങ്ങി. എടാ കുഞ്ഞെ, ഇങ്ങോട്ട് നോക്ക്, നീ സെക്കൻഡിൽ ഒരു ടിക് ശബ്ദം മാത്രമേ പുറപ്പെടുവിക്കുന്നുള്ളൂ. നോക്ക്, ഞാൻ ഒരു സെക്കൻഡിൽ 2 ടിക് ടിക് ശബ്ദം പുറപ്പെടുവിക്കും. മാത്രമല്ല, എൻ്റെ ഈ പെൻഡുലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് കാണിക്കുകയും വേണം. ഒരു സെക്കൻഡിൽ 2 ടിക് ടിക് ശബ്ദമാണെങ്കിൽ ഒരു മിനിറ്റിൽ 60 × 2 120 ടിക് ടിക് ശബ്ദം എനിക്ക് പുറപ്പെടുവിക്കണം. അതായത് നീ പുറപ്പെടുവിക്കുന്നതിൻ്റെ ഇരട്ടി ടിക് ശബ്ദം എനിക്ക് പുറപ്പെടുവിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു മണിക്കൂറിൽ 120 × 60 ടിക് ടിക് ശബ്ദം എനിക്ക് പുറപ്പെടുവിക്കണം. 120 × 60 = 7200 ടിക് ടിക് ശബ്ദം എനിക്ക് പുറപ്പെടുവിക്കണം. അങ്ങനെയെങ്കിൽ ഒരു ദിവസം 7200 × 24 = 1,72,800 ടിക് ടിക് ശബ്ദം എനിക്ക് പുറപ്പെടുവിക്കേണ്ടതായിട്ട് വരും. ഒരു വർഷത്തേക്കോ 365 × 1,72,800 = 6,30,72,000 ടിക് ടിക് ശബ്ദം എനിക്ക് ഒരു വർഷത്തിൽ പുറപ്പെടുവിക്കണം. അതായത് നീ പുറപ്പെടുവിക്കുന്നവൻ്റെ ഇരട്ടി ശബ്ദം എനിക്ക് പുറപ്പെടുവിക്കുകയും മാത്രമല്ല ആ ഓരോ സെക്കൻഡിലും എൻ്റെ പെൻഡുലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് കാണിക്കുകയും വേണം. എന്നാൽ എൻ്റെ കുഞ്ഞെ, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് കഴിഞ്ഞ 32 വർഷങ്ങളായി. പക്ഷെ 32 വർഷങ്ങളായി ഞാൻ നിൽക്കാതെ ഇന്നും ഒരു ക്ഷീണവുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കും. അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നിനക്കറിയാമോ? ഈ വീട്ടിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു യജമാനൻ എനിക്കുണ്ട്. അപ്പോൾ എപ്പോഴെല്ലാം എനിക്ക് ഓടുവാൻ പറ്റാത്ത അനുഭവത്തിൽ ഞാൻ ക്ഷീണിതനായിത്തീരുമോ, ആ സാഹചര്യങ്ങളെല്ലാം ആ സ്നേഹനിധിയായിട്ടുള്ള യജമാനൻ എൻ്റെ അരികിൽ വന്ന് എനിക്ക് കീ തന്ന് എന്നെ ശക്തിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതാണ് എന്നെ ഇത്രയും കാലം വളരെ സന്തോഷത്തോടുകൂടെ മറ്റുള്ളവർക്ക് സമയം പകർന്നു കൊടുത്തുകൊണ്ട് ഓടുവാനായിട്ട് എന്നെ ശക്തീകരിച്ചുകൊണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് ഒന്നും ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഭാവിയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാറേയില്ല. കാരണം എൻ്റെ ഭാവിയെക്കുറിച്ച്, എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു യജമാനൻ എനിക്ക് ഈ ഭവനത്തിലുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞെ, നിനക്കും ഓടുവാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നിന്നെ സെല്ലിട്ട് നിന്നെ പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ള കർത്തവ്യം നിൻ്റേതല്ല, നിന്നെ ഈ ഭവനത്തിൽ കൊണ്ടുവന്ന നിൻ്റെ യജമാനനുള്ളതാണ്. അതുകൊണ്ട് നീ നിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് നശിക്കേണ്ട ഒരാവശ്യവുമില്ല. നീ നിനക്ക് ശക്തിയുള്ളിടത്തോളം ഓടുക.
ബാക്കി കാര്യം നിന്റെ യജമാനൻ നോക്കിക്കൊള്ളും. ഈ സത്യം മനസ്സിലായപ്പോൾ തന്നെ ആ മോഡേൺ ക്ലോക്ക് പെട്ടെന്ന് വീണ്ടും ടിക്ക് എന്നുള്ള ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അത് ഓട്ടം ആരംഭിക്കുവാനായിട്ട് തുടങ്ങി. ഇന്നും അത് ഓടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയ കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിലും നിൻ്റെ പണമല്ല, നിൻ്റെ മാതാപിതാക്കളുടെ വിദ്യാഭ്യാസമല്ല, നിൻ്റെ ജീവിത സാഹചര്യങ്ങളല്ല നിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ, നിൻ്റെ ഓട്ടം വിജയകരമായിട്ട് ഓടുവാൻ നിന്നെ സഹായിക്കുന്നത്. അതിനൊക്കെ അല്പം സ്വാധീനം മാത്രമേ നിൻ്റെ ജീവിതത്തിലുള്ളൂ. നിൻ്റെ ജീവിതത്തെ അത്യന്തം വിജയകരമായിട്ട് തീർക്കുവാൻ ഇതിനൊന്നും നിന്നെ ആത്യന്തികമായിട്ട് സഹായിക്കുവാനായിട്ട് കഴിയത്തില്ല. ഇനി നീ തന്നെ നിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചോർത്ത് വ്യാകുലപ്പെട്ടാലും അത് നിൻ്റെ ഉയർച്ചയ്ക്കല്ല, നിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീരും. നീ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുവാനായിട്ട്, നിൻ്റെ ജീവിതം പകുതി വഴിയിൽ അവസാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ആവശ്യമില്ലാത്തത് ചിന്തിച്ച് നിരാശപ്പെട്ട് നിൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല കുഞ്ഞെ. നിന്നെ സൃഷ്ടിച്ച, നിന്നെ പരിപാലിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്നേഹനിധിയായ ജീവിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന് നിന്നെക്കുറിച്ച് ആത്യന്തികമായിട്ടൊരു പദ്ധതിയുണ്ട്. ഹി ഹാസ് എ മാസ്റ്റർ പ്ലാൻ ഫോർ യുവർ ലൈഫ്. ദൈവം ഒരു സൃഷ്ടിയല്ല, നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ഹി ഈസ് നോട്ട് എ ക്രിയേഷൻ, ഹി ഈസ് ദ ക്രിയേറ്റർ ഓഫ് യു. സോ ഹി ഹാസ് എ ഗ്രേറ്റ് പർപ്പസ് ഇൻ യുവർ ലൈഫ്. He is able to fulfill that purpose in your life. So trust in that God and you surrender your life in the hands of such an almighty living God. So നിനക്കെപ്പോഴാണോ കീ തരേണ്ടത്, നിനക്കെപ്പോഴാണോ സെല്ലിട്ട് നിന്നെ ശക്തീകരിക്കേണ്ടത്, അതെല്ലാം അവിടുന്ന് തക്ക സമയത്ത് തന്ന് നിന്നെ ജയോത്സവമായിട്ട് നടത്തുവാൻ ആ ദൈവം ശക്തനാണ്. അപ്പോസ്തലൻ പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:13 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: I can do all things through Christ who strengthened me. I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ എല്ലാറ്റിനും മതിയായവൻ ആകും. നാളെക്കുറിച്ച് ഓർത്താൽ, നമ്മുടെ കഴിവുകളെയും പരിമിതികളെയും കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെട്ടാൽ നാം ഓട്ടം നിലച്ച് നിൽക്കുവാനായിട്ട് ഇടയായി. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവമാണ് നിന്നെ ഓടുവാൻ തക്കവണ്ണം എന്നെ ശക്തനാക്കുന്നത്. ഫിലിപ്പിയർ 4:6-7 വരെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലത്തിലും നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനയാലും യാചനയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കാത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവീക സമാധാനത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തയേശുവിങ്കൽ കാക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യം. നമ്മൾ നമ്മെക്കുറിച്ച് വിചാരപ്പെട്ടാൽ നമ്മുടെ നീളത്തിൽ 1/2 ഇഞ്ച് കൂട്ടുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ഇവിടെ പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. ദ പീസ് ദാറ്റ് ട്രാൻസെൻഡത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിംഗ്. ദ പീസ് ദാറ്റ് സർപാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിംഗ്. അപ്പം മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള അത്രയും അത്ഭുതകരമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള സമാധാനം തന്ന് നിന്നെ ശക്തീകരിച്ച് നിന്നെ ഓടുവാൻ പ്രാപ്തനാക്കുന്ന ഈ ദൈവകരങ്ങളിൽ നിൻ്റെ ജീവിതം സമർപ്പിക്കുക. നിൻ്റെ ജീവിതം ധന്യമായി തീരുക തന്നെ ചെയ്യും. നീ വഴിയിൽ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരുകയില്ല. നിനക്ക് അന്ത്യം വരെ, നിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഓടുവാനുള്ള ശക്തി പകർന്ന് നിന്നെ ഒരു വിജയ ശ്രീലാളിതനായി നിന്നെ ഉയരങ്ങളിലേക്ക് ഓടുവാൻ എത്തിച്ചേരുവാൻ ഈ ദൈവം നിന്നെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ട്രസ്റ്റ് ഇൻ ദിസ് ഗോഡ്. പുട്ട് കോൺഫിഡൻസ് ഇൻ ഹിം. മേ ഗോഡ് ബ്ലെസ് യു. വിഷ് യു all the best.